നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ സത്യസന്ധതയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഈ ചോതി നക്ഷത്രക്കാർ ഈ മാർച്ച് മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കണം. ജന്മരാശ്യാധിപനും അഷ്ടമാധിപനുമായിരിക്കുന്ന ശുക്രൻ 6-ാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതും 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ദുരിതസ്ഥാനമായിട്ടുള്ള 12-ാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യപരിപാലനത്തിൽ, ജീവിത അനുഷ്ഠാനങ്ങളിൽ, യാത്രകളിൽ, ഡ്രൈവിങ്ങിലെല്ലാം തന്നെ ഈ മാർച്ച് മാസത്തിൽ ശ്രദ്ധ വേണം. കഴിവതും ഈ ഒരു സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. എന്നാലോ കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കാരണം നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയുടെ അനുകൂല സ്ഥിതിയും ഭാഗ്യാധിപനായിരിക്കുന്ന ബുധൻ്റെ അനുകൂല സ്ഥിതിയും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും മൂലം കർമ്മപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. വിദ്യാമാതുല കാരകനും ഭാഗ്യാധിപനുമായിരിക്കുന്ന ബുധനാണെങ്കിൽ 5-ാം ഭാവത്തിൽ നിൽക്കുന്നതും ജ്ഞാനകാരകനും ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് 5-ാം ഭാവത്തേക്ക് ഈ ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം മനസ്സന്തോഷത്തിന് സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും ശ്രദ്ധ വേണ്ടുന്ന കാര്യം 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി ദുരിതസ്ഥാനമായിട്ടുള്ള 12-ാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ടും 5-ാം ഭാവത്തിലാണെങ്കിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ദീർഘവീക്ഷണത്തോടുകൂടി വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് ഈ ചോതി നക്ഷത്രക്കാർ. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ ഈ സമയത്ത് ശിവക്ഷേത്രത്തിൽ രുദ്രധാര ചെയ്തു പ്രാർത്ഥിക്കുന്നതും പിന്നിൽ വിളക്ക് വയ്ക്കുന്നതും വളരെ ഗുണം ചെയ്യും.